നമസ്കാരം. മാറി വരുന്ന പരീക്ഷാ രീതികൾക്കനുസരിച്ച് 2023 ജനുവരി മുതലുള്ള കറണ്ട് അഫയേഴ്സ് ഭാഗത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് സീരീസ്, അതിനുള്ള തുടക്കമാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ഈ ക്ലാസ് സീരീസിലെ ക്ലാസ്സുകളെല്ലാം മുടങ്ങാതെ കാണുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും ഈ ക്ലാസ് സീരീസ് കൊണ്ട് വരുന്ന പരീക്ഷകൾക്ക് നിങ്ങൾക്ക് ഏറെ മാർക്ക് നേടാനായിട്ട് സാധിക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ആസ്ഥ അക്കാഡമിയുടെ സൗജന്യ പരിശീലനത്തിനും ഞങ്ങളുടെ മറ്റ് സേവനങ്ങൾക്കുമായി ആസ്ഥ അക്കാഡമി കേരള എന്ന ഞങ്ങളുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളുടെ PDF നോട്ട്സിനായിട്ട് ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ കൂടി അംഗമാവുക. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയിലേക്ക് സ്വാഗതം. ശരി, അപ്പൊ നമുക്ക് തുടങ്ങാം. 2023 ജനുവരിയിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഏത് രാജ്യത്താണ്? അതാണ് ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യം. 2023 ജനുവരിയിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? അല്ലെ, നമ്മൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്ന് കേട്ടിട്ടുണ്ടാവും. പക്ഷെ ആരോഗ്യ അടിയന്തരാവസ്ഥ അങ്ങനെ അപൂർവമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്. അത് പ്രഖ്യാപിച്ച രാജ്യം ബ്രസീലാണ്. ഏതാണ്? ബ്രസീലാണ്. ഈ അടുത്ത കാലത്ത് നമ്മുടെ മുമ്പിൽ ഒരുപാട് വാർത്തകൾ വന്നിരുന്നു. ബ്രസീലിലെ അനധികൃതമായിട്ടുള്ള സ്വർണ്ണ ഖനനം. അനധികൃതമായിട്ട് സ്വർണ്ണ ഖനനം നടക്കുന്ന ബ്രസീലിലെ പ്രദേശങ്ങളിൽ ശിശു മരണ നിരക്ക് വളരെയധികം കൂടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യത്തിൽ ഗവൺമെന്റ് അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയായിരുന്നു. അപ്പോൾ അത് ശ്രദ്ധിച്ചു വെക്കണം. ആരോഗ്യ അടിയന്തരാവസ്ഥ 2023 ജനുവരിയിൽ പ്രഖ്യാപിച്ച രാജ്യം എന്ന് ചോദിച്ചാൽ ബ്രസീലാണ്. ബ്രസീലിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് അറിയാവുന്നതാണ്. ബ്രസീൽ തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ വരുന്ന രാജ്യമാണ്. തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിനെ നമ്മൾ ഇങ്ങനെയും പറയാറുണ്ട്, ലാറ്റിൻ അമേരിക്കൻ ഭൂഖണ്ഡം. തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് ബ്രസീൽ എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതുപോലെ നമുക്ക് അറിയാവുന്നതാണ്, വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമ്പദ്ഘടനയുള്ള രാജ്യം കൂടിയാണ് ബ്രസീൽ. അല്ലെ, ബ്രസീലും ഇന്ത്യയൊക്കെ ചേരുന്ന ഒരു ഗ്രൂപ്പുണ്ട്, രാജ്യങ്ങളുടെ കൂട്ടായ്മയുണ്ട്. അതാണ് ബ്രിക്സ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലോകത്തിലെ വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സമ്പദ്ഘടനയുള്ള രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ബ്രിക്സ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ബ്രിക്സ് എന്ന് പറയുന്ന ആ വാക്കില് ബി ഉദ്ദേശിക്കുന്നത് ബ്രസീലിനെയാണെന്നറിയാം, ആർ ഉദ്ദേശിക്കുന്നത് റഷ്യയാണെന്നറിയാം, ഐ ഉദ്ദേശിക്കുന്നത് നമ്മുടെ രാജ്യത്തെയാണ്, ഇന്ത്യയാണ്, സി ഉദ്ദേശിക്കുന്നത് ചൈനയാണ്, അതുപോലെ എസ് ഉദ്ദേശിക്കുന്നത് സൗത്ത് ആഫ്രിക്കയാണ്, ദക്ഷിണാഫ്രിക്കയാണ്. അല്ലെ, അങ്ങനെ 5 രാജ്യങ്ങളാണ് ബ്രിക്സ് എന്ന് പറയുന്ന കൂട്ടായ്മയിൽ വരുന്നത്. ആ ബ്രിക്സ് കൂട്ടായ്മയിൽ ഏറ്റവും ഒടുവിൽ കൂട്ടിച്ചേർക്കപ്പെട്ട രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ദക്ഷിണാഫ്രിക്കയാണ്. 2010 ബ്രിക് എന്ന കൂട്ടായ്മയിലോട്ട് സൗത്ത് ആഫ്രിക്കയും കൂടെ കൂട്ടിച്ചേർത്ത് ബ്രിക്സ് കൂട്ടായ്മയായിട്ട് അത് മാറുന്നത്. അപ്പോൾ ബ്രിക്സ് കൂട്ടായ്മയിൽ ഏറ്റവും ഒടുവിൽ കൂട്ടിച്ചേർക്കപ്പെട്ട രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ അത് സൗത്ത് ആഫ്രിക്കയാണ്. ഈ വസ്തുത നിങ്ങൾക്ക് ഇന്ത്യയുടെ വിദേശ നയം എന്നുള്ള ടോപ്പിക്കിൽ ആവശ്യമായി വരും. അതുകൊണ്ടാണ് അതവിടെ പറഞ്ഞത്. അപ്പോൾ ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ ഇന്ത്യ അംഗമാണ്. അല്ലെ, അപ്പൊ അവിടുത്തെ പ്രസിഡന്റിന്റെ പേര് കൂടി ഒന്ന് ഓർത്തു വെക്കണം, ലുലാ ഡാ സിൽവ. വീണ്ടും ബ്രസീലിന്റെ പ്രസിഡന്റായിട്ട് 2023 ജനുവരിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. അപ്പോൾ ബ്രസീലിന്റെ പ്രസിഡന്റ് ആരാണ് എന്ന് ചോദിച്ചാൽ ലുലാ ഡാ സിൽവയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ബ്രസീലിന്റെ കാര്യം പറയുമ്പോൾ ഫുട്ബോളിന് ഒരുപാട് പ്രചാരമുള്ള ഒരു രാജ്യമാണ് ബ്രസീൽ എന്നറിയാം. അല്ലെ, നെയ്മറും റൊണാൾഡോയും ഒക്കെ നമ്മൾ അവിടെ ബ്രസീൽ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് കേട്ടിട്ടുണ്ട്. പക്ഷെ ബ്രസീലിന്റെ കാര്യം പറയുമ്പോൾ, ഫുട്ബോളിന്റെ കാര്യം പറയുമ്പോൾ ലോകത്ത് തന്നെ വളരെയധികം ശ്രദ്ധ നേടിയ ഒരു ബ്രസീലിയൻ കളിക്കാരനാണ്, ഫുട്ബോൾ കളിക്കാരനാണ് പെലെ. ലോകത്തിന്റെ കറുത്ത മുത്ത് എന്നറിയപ്പെടുന്ന ഫുട്ബോൾ ഇതിഹാസം പെലെ. അല്ലെ, പെലെ ഈ അടുത്ത കാലത്താണ് മരിച്ചത്. 2022 ഡിസംബർ 29 അപ്പൊ അത് ഓർത്തു വയ്ക്കണം. 2022 ഡിസംബർ 29 മരണപ്പെട്ട ലോകത്തെ വളരെ പ്രസിദ്ധനായിട്ടുള്ള ഫുട്ബോൾ താരം ആരെന്ന് ചോദിച്ചാൽ അത് പെലെയാണ് എന്നുള്ള കാര്യം അവിടെ ഓർത്തു വയ്ക്കുക. 2022 ഡിസംബർ 29. അപ്പോൾ പെലെയെ അടക്കം ചെയ്തത്, പെലെയുടെ ശവസംസ്കാരമൊക്കെ നടന്നത് സാൻ
സാന്റോസിലാണ്, ബ്രസീലിലെ സാന്റോസിലുള്ള ഒരു ശ്മശാനത്തിലാണ് പെലെ അടക്കം ചെയ്തത്. ആ ശ്മശാനത്തിനും ഒരു പ്രത്യേകതയുണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ശ്മശാനം, ലോകത്തിലെ ഏറ്റവും വലിയ ശ്മശാനം എന്നല്ല, അത് വേറെയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ശ്മശാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അതും ബ്രസീലിലാണ്. ആ ബ്രസീലിലെ സാന്റോസിലുള്ള ആ ശ്മശാനത്തിലാണ് പെലെയെ അടക്കം ചെയ്തത് എന്നുകൂടി മനസ്സിലാക്കി വെക്കുക. എക്യൂമെനിക്കൽ നെക്രോപോളിസ് ശ്മശാനം, മെമ്മോറിയൽ എക്യൂമെനിക്കൽ നെക്രോപോളിസ് ശ്മശാനം എന്നാണ് ആ സെമിത്തേരിയുടെ പേര്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സെമിത്തേരി എവിടെയാണ് എന്ന് ചോദിച്ചാൽ ബ്രസീലിലെ സാന്റോസിലാണ്. പെലെ മരണപ്പെട്ടത് എന്നാണെന്ന് ചോദിച്ചാൽ 2022 ഡിസംബർ 29 ഈ ഡേറ്റ് ഓർത്ത് വെച്ചോ, വരുന്ന പരീക്ഷകളിൽ ഈ ഡേറ്റ് ഉണ്ടാവും, ഏതെങ്കിലും ചോദ്യത്തിന് ഉത്തരമായിട്ട് ഈ ഡേറ്റ് ഉണ്ടാവും. അപ്പൊ അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ പെലെ ഫുട്ബോളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വേറൊരു ഫുട്ബോൾ താരമുണ്ട്, പോർട്ടുഗീസ് ഫുട്ബോൾ താരം, നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. വേൾഡ് കപ്പ് ഫുട്ബോൾ മത്സരം നടന്നപ്പോൾ, ഖത്തറിൽ നടന്നപ്പോൾ ഈ പേര് ഒരുപാട് കേട്ടതാണ്, ക്രിസ്ത്യാനോ റൊണാൾഡോ അല്ലെ. പോർട്ടുഗീസ് ഫുട്ബോൾ താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ക്രിസ്ത്യാനോ റൊണാൾഡോ ഫുട്ബോൾ കളിച്ചിരുന്നത് കൂടുതലും യൂറോപ്യൻ ക്ലബ്ബുകളിലായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തെ ഏഷ്യയിലെ ഒരു ക്ലബ്ബ് സ്വന്തമാക്കി, ഒരു വലിയ ട്രാൻസ്ഫർ തുകയ്ക്ക് ഏഷ്യയിലെ ഒരു ഫുട്ബോൾ ക്ലബ്ബ് സ്വന്തമാക്കി. ഇപ്പോ ക്രിസ്ത്യാനോ റൊണാൾഡോ ഏത് ക്ലബിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത്, അല്ലെങ്കിൽ 20 കോടി യൂറോയ്ക്ക് ഏത് ഫുട്ബോൾ ക്ലബ്ബാണ്, ഏഷ്യൻ ഫുട്ബോൾ ക്ലബ്ബാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയെ സ്വന്തമാക്കിയത് എന്ന് ചോദിച്ചാൽ അത് നല്ല ഒരു ചോദ്യമാണ്. അൽ നാസർ എന്ന് പറയുന്ന സൗദി അറേബ്യൻ ഫുട്ബോൾ ക്ലബ്ബാണ്. സൗദി അറേബ്യൻ ഫുട്ബോൾ ക്ലബ്ബായിട്ടുള്ള അൽ നാസർ ആണ് ക്രിസ്ത്യാനോ റൊണാൾഡോയെ ഏറ്റവും വലിയ ട്രാൻസ്ഫർ തുകയ്ക്ക് സ്വന്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ വേറെ വാർത്തകൾ വരുന്നത് ലയണൽ മെസ്സി, അർജന്റീനൻ ഫുട്ബോൾ താരം ലയണൽ മെസ്സിയും അധികം വൈകാതെ തന്നെ സൗദി അറേബ്യയിൽ ഒരു ക്ലബിലോട്ട് വരുമെന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അദ്ദേഹം PSG വിട്ട് ഇങ്ങോട്ട് വരുമെന്നുള്ളൊരു വാർത്തയൊക്കെ വരുന്നുണ്ട്. എന്തായാലും അൽ നാസർ ക്ലബ്ബ്, സൗദി അറേബ്യൻ ക്ലബ്ബാണ് അൽ നാസർ. അവിടെയാണ് ഇപ്പോ ആരുള്ളത്, ക്രിസ്ത്യാനോ റൊണാൾഡോ കളിക്കുന്നത് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ചോദ്യം, ലോക ബ്രെയിലി ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം, ലോക ബ്രെയിലി ദിനം അല്ലെ. ബ്രെയിലി എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്നതാണ്, അന്ധരുടെ ലിപിയാണ്. അന്ധർക്ക് വായിക്കാനും എഴുതാനും കഴിയുന്ന, അതിനു വേണ്ടിയിട്ട് വികസിപ്പിക്കപ്പെട്ട ഒരു ലിപിയാണ് ബ്രെയിലി ലിപി എന്ന് നിങ്ങൾക്ക് അറിയാം. ഫ്രഞ്ചുകാരനായിട്ടുള്ള ലൂയി ബ്രെയിലിയാണ് ഈ പറഞ്ഞ ലിപി വികസിപ്പിച്ചെടുത്തത്. ലൂയി ബ്രെയിലി ഫ്രഞ്ചുകാരനാണ്. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ജനുവരി 4. ലൂയി ബ്രെയിലിയുടെ ജന്മദിനമായിട്ടുള്ള ജനുവരി 4 ലോക ബ്രെയിലി ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ലോക ബ്രെയിലി ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം ഏതാണ്, ജനുവരി 4 എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഇനിയുള്ള പരീക്ഷകളിൽ ഈ ചോദ്യം നിങ്ങൾക്ക് എപ്പോഴും കാണാനായിട്ട് പറ്റും. 2023 ഈ വർഷത്തെ 2023 ഐക്യരാഷ്ട്ര സംഘടന ലോക ചെറുധാന്യ വർഷമായിട്ട് പ്രഖ്യാപിച്ചു. ലോക ചെറുധാന്യ വർഷമായിട്ട് ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ച വർഷം ഏതെന്ന് ചോദിച്ചാൽ 2023. ചെറുധാന്യം, വേറൊരു രീതിയിൽ പറഞ്ഞാൽ, ഇംഗ്ലീഷ് ഭാഷയിൽ പറഞ്ഞാൽ മില്ലറ്റ്. അപ്പോൾ മില്ലറ്റുകളുടെ വർഷം അല്ലെങ്കിൽ ചെറുധാന്യ വർഷം, വേറെ രീതിയിലും പറയാറുണ്ട് പരുക്കൻ ധാന്യങ്ങളുടെ വർഷം. മില്ലറ്റുകൾ അല്ലെങ്കിൽ പരുക്കൻ ധാന്യങ്ങൾ അല്ലെങ്കിൽ ചെറുധാന്യങ്ങൾ. പ്രധാനമായിട്ടും ഇതിനകത്ത് വരുന്ന മില്ലറ്റുകൾ എന്ന് പറയുന്ന വിഭാഗത്തിനകത്ത് വരുന്നത് റാഗിയും ബജറയും ഒക്കെയാണെന്ന് നമുക്കറിയാം. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളെല്ലാം ഇന്ത്യയുടെ കാർഷിക വിളകൾ എന്നുള്ള ഭാഗത്ത് നമുക്ക് വേറെ പഠിക്കാം. എന്തായാലും 2023 ഐക്യരാഷ്ട്ര സംഘടന ലോക ചെറുധാന്യ വർഷമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ നിരന്തരമായിട്ടുള്ള സമ്മർദ്ദത്തെ തുടർന്നാണ് ലോക ചെറുധാന്യ വർഷമായിട്ട് 2023 പ്രഖ്യാപിച്ചത് എന്നുകൂടി മനസ്സിലാക്കി വയ്ക്കുക. നമ്മൾ ഹരിത വിപ്ലവമൊക്കെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഹരിത വിപ്ലവമൊക്കെ നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ വിളകളെന്ന് പറയുന്നത് ഗോതമ്പ് നെല്ലുമാണ് എന്ന് നമുക്കറിയാം. ആ ഹരിത വിപ്ലവം നടക്കുന്ന സമയത്ത് ഈ പറഞ്ഞ മില്ലറ്റുകൾക്ക് പ്രാധാന്യം കിട്ടിയില്ല. മില്ലറ്റുകൾ പലപ്പോഴും
അവഗണിക്കപ്പെട്ടു. മില്ലറ്റുകളുടെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് പോഷക സമൃദ്ധിയുള്ള ധാന്യങ്ങളാണ് ഏത് മില്ലറ്റുകൾ, അല്ലെങ്കിൽ ഈ ചെറുധാന്യങ്ങൾ, ബജ്റ, റാഗിയൊക്കെ. അത് മാത്രമല്ല ഏത് കാലാവസ്ഥയിലും കൃഷി ചെയ്യാൻ പറ്റുന്നതുമാണ്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രചരണമാണ് ലോകത്തിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് 2023 ലോക ചെറുധാന്യ വർഷമായിട്ട് ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ചത്. അപ്പൊ അത് പറയുമ്പോൾ വേറൊരു പേര് കൂടി നിങ്ങൾ ഓർക്കണം, PV സതീഷ്. ഇപ്പോൾ ഈ 2023 മരണപ്പെട്ട ഒരാളാണ് PV സതീഷ്. ചെറുധാന്യങ്ങളുടെ പ്രചരണത്തിനായിട്ട് അല്ലെങ്കിൽ ചെറുധാന്യങ്ങളുടെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് തെലങ്കാനയിൽ ഒരു സംഘടന അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം അദ്ദേഹം ആരംഭിച്ചിരുന്നു, ഡെക്കാൻ ഡെവലപ്മെന്റ് സൊസൈറ്റി. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, ചെറുധാന്യങ്ങളുടെ പ്രചാരണത്തിന് വേണ്ടി, ചെറുധാന്യങ്ങളുടെ പ്രാധാന്യം നാട്ടുകാരിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഡെക്കാൻ ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തത് ആര് എന്ന് ചോദിച്ചാൽ അത് PV സതീഷ് എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ ഡെക്കാൻ ഡെവലപ്മെന്റ് സൊസൈറ്റി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ചെറുധാന്യങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കാൻ, ചെറുധാന്യങ്ങളുടെ കൃഷി, അതിന്റെ പ്രചാരണത്തിന് വേണ്ടിയിട്ട് രൂപം കൊടുത്ത ഒരു പ്രസ്ഥാനമാണ് ഡെക്കാൻ ഡെവലപ്മെന്റ് സൊസൈറ്റി. ഡെക്കാൻ ഡെവലപ്മെന്റ് സൊസൈറ്റി തെലങ്കാനയിൽ സ്ഥാപിച്ചതാരെന്ന് ചോദിച്ചാൽ PV സതീഷ് എന്ന് പറയണം. ചെറുധാന്യങ്ങളുടെ കാര്യം പറയുമ്പോൾ 2023 നമ്മുടെ പത്മശ്രീ ബഹുമതികളൊക്കെ നൽകിയപ്പോൾ ആദരിക്കപ്പെട്ട ഒരു ശാസ്ത്രജ്ഞനുണ്ട്, ഡോക്ടർ ഖാദിർ വാലി. ഡോക്ടർ ഖാദിർ വാലി 2023 ഡോക്ടർ ഖാദിർ വാലിക്ക് പത്മശ്രീ ബഹുമതി നൽകിയത് എന്തുമായി ബന്ധപ്പെട്ടെന്നറിയാമോ? ഈ പറഞ്ഞ ചെറുധാന്യങ്ങളുടെ പ്രചരണത്തിന് വേണ്ടി, ചെറുധാന്യങ്ങളുടെ വികസനത്തിന് വേണ്ടി, ചെറുധാന്യങ്ങളുടെ കൃഷി പ്രോത്സാഹനത്തിന് വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ ഖാദിർ വാലിക്ക് 2023 പത്മശ്രീ ബഹുമതി കേന്ദ്ര ഗവൺമെന്റ് നൽകിയിരുന്നു. അപ്പോൾ ചെറുധാന്യങ്ങളുമായി ബന്ധപ്പെട്ട് 2 പേരുകൾ ഓർത്തു വെക്കുക. ഒന്ന് PV സതീഷ്, വേറൊന്ന് ഡോക്ടർ ഖാദിർ വാലി. PV സതീഷ് 2023 മരണപ്പെട്ട ആൾ കൂടിയാണ്. അപ്പോൾ ഈ ഭാഗത്ത് ചോദ്യം വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യമാണ് ഡെക്കാൻ ഡെവലപ്മെന്റ് സൊസൈറ്റി എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഖാദിർ വാലിയുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യമാണ് 2023 എങ്ങനെ ചെറുധാന്യങ്ങളുടെ പ്രചരണവുമായി ബന്ധപ്പെട്ട് പത്മശ്രീ ബഹുമതി ലഭിച്ച ശാസ്ത്രജ്ഞനാര് എന്ന് ചോദിച്ചാൽ ഡോക്ടർ ഖാദിർ വാലി. ഇവിടെ വേറൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇന്ത്യയുടെ മില്ലറ്റ് മാൻ, മില്ലറ്റ് എന്ന് പറഞ്ഞാൽ ചെറുധാന്യമാണ്, ഇന്ത്യയുടെ മില്ലറ്റ് മാൻ എന്ന് അറിയപ്പെടുന്നതാര് എന്ന ചോദ്യവും ഇനിയുള്ള കാലങ്ങളിൽ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. ഇന്ത്യയുടെ മില്ലറ്റ് മാൻ ആര് എന്ന് ചോദിക്കുമ്പോൾ 2 പേരുകൾ ഉത്തരമായിട്ട് വരും. ഒന്ന് PV സതീഷ്, വേറൊന്ന് ഖാദിർ വാലി. ഏതെങ്കിലും ഒന്നേ ചോയ്സിൽ കാണാൻ സാധ്യതയുള്ളൂ. PV സതീഷിനെയും അങ്ങനെ പറയാറുണ്ട്, ഖാദിർ വാലിയെയും പറയാറുണ്ട്. ഇനി രണ്ടും കൂടി ഒന്നിച്ച് വന്നാൽ നമുക്ക് മഷിയിട്ട് നോക്കണം. ഇന്ത്യയുടെ മില്ലറ്റ് മാൻ എന്ന് PV സതീഷിനെയും പറയാറുണ്ട്, ഡോക്ടർ ഖാദിർ വാലിയെയും പറയാറുണ്ട് എന്നത് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് മില്ലറ്റുകളുടെ കാര്യം പറയുമ്പോൾ കേരള സർക്കാർ ചെറുധാന്യ ഗ്രാമം എന്ന് പറയുന്ന ഒരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. ചെറുധാന്യ ഗ്രാമം പദ്ധതി നടപ്പിലാക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാലോ? അങ്ങനെ ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം പാലക്കാടാണ്. പാലക്കാട് അട്ടപ്പാടിയിലാണ് കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ചെറുധാന്യ ഗ്രാമം പദ്ധതി നടന്നു വരുന്നത്. ചെറുധാന്യ ഗ്രാമം പദ്ധതിയുടെ 2ാം ഘട്ടമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. അപ്പോൾ ചെറുധാന്യ ഗ്രാമം പദ്ധതി കേരള സർക്കാർ നടപ്പിലാക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ പാലക്കാട് അട്ടപ്പാടിയിലാണ്. അട്ടപ്പാടിയെ കുറിച്ച് നമുക്ക് അറിയാം, ട്രൈബൽ ഏരിയയാണ്, ഒരുപാട് ഈ പറഞ്ഞ ആദിവാസി വിഭാഗക്കാരുള്ള ഒരു സ്ഥലമാണ്. അവിടെ പോഷകാഹാരക്കുറവുണ്ട്, അതുപോലെ തന്നെ ശിശുമരണ നിരക്കൊക്കെ വളരെ കൂടുതലുള്ള സ്ഥലമാണ്. ഈ ചെറുധാന്യങ്ങൾക്കുള്ള പ്രാധാന്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പോഷക സമൃദ്ധി കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ചെറുധാന്യ ഗ്രാമം പദ്ധതി ആര് നടപ്പിലാക്കുന്നു? കേരള സർക്കാർ നടപ്പിലാക്കുന്നു. എവിടെയാണ്? അട്ടപ്പാടിയിലാണ്. അട്ടപ്പാടി എന്ന് പറയുമ്പോൾ ഒരു ഇനത്തിന്റെ പേര് ഓർമ്മ വരുന്നു, അട്ടപ്പാടി ബ്ലാക്ക്.
ബ്ലാക്ക്. അട്ടപ്പാടി ബ്ലാക്ക് ഏതിനത്തിൽപ്പെട്ട ജീവിയാണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാലോ? അട്ടപ്പാടി ബ്ലാക്ക് ഏത് ജനുസിൽപ്പെട്ട ജീവിയാണ്? അട്ടപ്പാടി ബ്ലാക്ക് എന്ന് പറയുന്നത് ഒരിനം ആടാണ്. ഇപ്പൊ മലബാറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാതെ ഒരിനം ആടാണ് അല്ലെ. ജംന പ്യാരി ഒരിനം ആടാണ്. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ് രാജപാളയം. രാജപാളയം എന്ന് പറയുന്നത് ഒരു ജനുസിൽപ്പെട്ട നായയാണ് രാജപാളയം അല്ലെ. മുറ എന്ന് പറയുന്നത് സങ്കര ഇനം എരുമയാണ്. ജേഴ്സി എന്ന് പറയുന്നത് വിദേശ ഇനം കന്നുകാലിയാണ്. എന്ന് പറയുന്നത് പോലെ അട്ടപ്പാടി ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ അത് ഒരിനം ആടാണ് എന്നുകൂടി മനസ്സിലാക്കി വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. ഈ അടുത്ത കാലത്ത് വാർത്തകളിൽ വന്ന ഒരു പ്രധാനപ്പെട്ട പേരാണ് കൗസ്തവ് ചാറ്റർജി. എന്താണ്? കൗസ്തവ് ചാറ്റർജി. കൗസ്തവ് ചാറ്റർജി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അല്ലെങ്കിൽ കൗസ്തവ് ചാറ്റർജി ഏത് മത്സര ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ചെസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പേരാണ്, വ്യക്തിത്വമാണ് കൗസ്തവ് ചാറ്റർജി. പേര് കേൾക്കുമ്പോൾ നമുക്കറിയാം ഇദ്ദേഹം ബംഗാളുകാരനാണ്. ബംഗാളിൽ നിന്നുള്ള ചെസ് താരമാണ്, ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആണ്. ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആണ് കൗസ്തവ് ചാറ്റർജി. ഇതുവരെ ഏകദേശം 80ഓളം ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അതിലെ 78ാമത്തെ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആണ് കൗസ്തവ് ചാറ്റർജി. എവിടെ നിന്നുള്ള ആളാണ്? ബംഗാളിൽ നിന്നുള്ള ചെസ് താരമാണ്. അപ്പോൾ ഗ്രാൻഡ് മാസ്റ്ററുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇന്ത്യയിലെ ആദ്യത്തെ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ എന്ന് ചോദിച്ചാലോ? ഇന്ത്യയിലെ ആദ്യത്തെ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരെന്ന് ചോദിച്ചാൽ അത് വിശ്വനാഥൻ ആനന്ദാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ വിശ്വനാഥൻ ആനന്ദാണ്. അതേസമയം ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ വനിത ആരെന്ന് ചോദിച്ചാലോ? ഗ്രാൻഡ് മാസ്റ്റർ പട്ടം കിട്ടിയ ആദ്യ ഇന്ത്യൻ വനിത ആരെന്ന് ചോദിച്ചാൽ അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പേരാണ് കൊനേരു ഹംപി. അപ്പോ ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ അത് വിശ്വനാഥൻ ആനന്ദാണ്. ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിച്ച ആദ്യ വനിത, ഇന്ത്യൻ വനിത ആരെന്ന് ചോദിച്ചാൽ കൊനേരു ഹംപിയാണ്. ഗ്രാൻഡ് മാസ്റ്ററുടെ കാര്യം പറയുമ്പോൾ കേരളത്തിൽ നിന്നുള്ള ഒരു ഗ്രാൻഡ് മാസ്റ്ററുടെ കാര്യം കൂടി നിങ്ങളുടെ മനസ്സിൽ വരണം. നിഹാൽ സരിൻ. നിഹാൽ സരിൻ ഏത് മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഏത് മത്സര ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ചെസ്സാണ്. കേരളത്തിൽ നിന്നുള്ള ഗ്രാൻഡ് മാസ്റ്ററാണ് തൃശ്ശൂരുകാരനായിട്ടുള്ള നിഹാൽ സരിൻ എന്നുള്ളതും കൂടി അവിടെ ഓർത്തു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. ഇനിയുള്ള പരീക്ഷകൾക്ക് ഈ ഭാഗത്തുനിന്ന് ചോദ്യം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം. ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം 2023 ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരങ്ങൾ ജനുവരിയിൽ പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇനിയുള്ള കാലത്തെ പരീക്ഷകൾക്ക് വരും. അത്രയധികം പ്രാധാന്യം ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിന് ലഭിച്ചു കഴിഞ്ഞു. എന്താണ് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഓസ്കാർ പുരസ്കാരം അല്ലെ. അതായത് ചലച്ചിത്ര മേഖലയിൽ ലോകത്ത് തന്നെ നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരമാണ് ഓസ്കാർ പുരസ്കാരം എന്നറിയാം. ചലച്ചിത്ര മേഖലയിൽ ഇന്ത്യയിൽ നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരമാണ് ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം. കേരളത്തിലെ ചലച്ചിത്ര മേഖലയിൽ നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരമാണ് JC ഡാനിയൽ പുരസ്കാരം എന്നൊക്കെ നമുക്ക് അറിയാം. അപ്പൊ ലോകത്ത് ചലച്ചിത്ര മേഖലയിൽ നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരമാണ് ഏത് പുരസ്കാരം? ഓസ്കാർ പുരസ്കാരം. അപ്പൊ ആ ഓസ്കാർ പുരസ്കാരം കഴിഞ്ഞാൽ ചലച്ചിത്ര മേഖലയിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള പുരസ്കാരമാണ് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം. അപ്പൊ അവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ വർഷത്തെ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ ആദ്യമായിട്ട് ഏഷ്യയിൽ നിന്നുള്ള ഒരു സിനിമയ്ക്ക് എന്ത് ലഭിച്ചു? ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ചു. ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്നുള്ള എന്നല്ല, ഏഷ്യയിൽ തന്നെ ഉള്ള ആദ്യമായിട്ട് ഒരു സിനിമയ്ക്ക് എന്ത് കിട്ടി? ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം കിട്ടി. അത് ഏത് സിനിമയ്ക്കാണ് എന്ന് നിങ്ങൾക്കറിയാം. RRR എന്ന് പറയുന്ന സിനിമയാണ്. SS രാജമൗലി സംവിധാനം ചെയ്ത, ബാഹുബലിയൊക്കെ സംവിധാനം ചെയ്ത SS രാജമൗലി സംവിധാനം ചെയ്ത RRR എന്ന് പറയുന്ന സിനിമയ്ക്ക് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ചു. RRR എന്ന് പറയുന്ന സിനിമയ്ക്ക് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ചത് ഏത് വിഭാഗത്തിലാണ്
അല്ലെ? സിനിമയ്ക്ക് അവാർഡ് കൊടുക്കുമ്പോൾ മികച്ച നടൻ, മികച്ച നടി, മികച്ച ചിത്രം, മികച്ച സംവിധായകൻ എന്നൊക്കെയുള്ള രീതിയിലാണ് ബഹുമതി കൊടുക്കുന്നത്. അപ്പോൾ RRറിന് എന്ത് കിട്ടി? ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ചു. ഏത് വിഭാഗത്തിലാണ്? മികച്ച ഒറിജിനൽ സോങ് വിഭാഗത്തില്. മികച്ച ഒറിജിനൽ സോങ് വിഭാഗത്തില്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മികച്ച സംഗീതത്തിനെന്ന് പറയാം. അപ്പോൾ ഒറിജിനൽ സോങ് വിഭാഗത്തിലാണ് RRറിന് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിക്കുന്നത്. അത് ഗാനം ഏതെന്ന് കൂട്ടുകാർക്കറിയാം. നാട്ട് നാട്ട് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഗാനമാണ്. അപ്പോ നാട്ട് നാട്ട് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഗാനത്തിന്, ആ ഗാനം സംഗീതം ചെയ്തത്, ആ ഗാനത്തിന് സംഗീതം നിർവഹിച്ചിരിക്കുന്നത് ആരാണെന്ന് നിങ്ങൾക്ക് അറിയാം? M കീരവാണിയാണ്. ആരാണ്? M കീരവാണി. വേറെ രീതിയിൽ കൂടി പറയാറുണ്ട് മരകതമണി. M കീരവാണി അഥവാ മരകതമണിക്കാണ് നാട്ട് 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 എന്ന് തുടങ്ങുന്ന ഗാനത്തിന് ഏത് കിട്ടിയത്? ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ചത്. ഇനി അവിടെ മനസ്സിലാക്കേണ്ടത്, ഈ നാട്ട് നാട്ട് എന്ന് പറയുന്ന ഗാനത്തിന് സംഗീതം കൊടുത്തതാണ് ആര്? M കീരവാണി എന്ന് പറയുന്നയാള്. അതേസമയം നാട്ട് നാട്ട് എന്ന് പറയുന്ന ആ ഗാനം, ആ ലിറിക്സ്, അതിന്റെ ഗാനം വരികൾ എഴുതിയത് ആര് എന്ന് ചോദിച്ചാൽ ചന്ദ്രബോസ് എന്ന് പറയുന്ന ആളാണ്. എന്തായാലും ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ഏഷ്യയിൽ തന്നെ ആദ്യമായി നേടുന്ന ചലച്ചിത്രമാണ് RRR. അതില് ഏത് വിഭാഗത്തിലാണ്? ഒറിജിനൽ സോങ് വിഭാഗത്തില് നാട്ട് നാട്ട് എന്ന് തുടങ്ങുന്ന ഗാനത്തിന് M കീരവാണിക്കാണ് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ചത്. ആ നാട്ട് നാട്ടെന്ന് പറയുന്ന ഗാനം അത് രചിച്ചിരിക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ, അതിന്റെ ലിറിക്സ് ആരുടേതാണ് എന്ന് ചോദിച്ചാൽ ചന്ദ്രബോസിൻ്റെതാണ്. ഇവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ആദ്യമായി ലഭിച്ച ഇന്ത്യക്കാരൻ ആര് എന്ന് ചോദിച്ചാൽ അത് AR റഹ്മാനാണ്. AR റഹ്മാനാണ് ആദ്യമായിട്ട് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിക്കുന്നത്. കീരവാണിക്ക് മുമ്പ് നേടിയിട്ടുള്ള ഒരേ ഒരാളേ ഉള്ളൂ, AR റഹ്മാൻ. അത് ഏത് സിനിമയ്ക്കാണ്? സ്ലം ഡോഗ് മില്ലിനിയർ എന്ന് പറയുന്ന സിനിമയ്ക്കാണ്. സ്ലം ഡോഗ് മില്ലിനിയർ ഇന്ത്യൻ സിനിമയല്ല, അതൊരു ബ്രിട്ടീഷ് സിനിമയാണ്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യൻ സിനിമ എന്ന് പറയുന്ന RR ആണ്. പക്ഷെ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ആദ്യം ലഭിച്ച ഇന്ത്യക്കാരൻ M കീരവാണിയല്ല, അത് AR റഹ്മാനാണ് എന്നുള്ളത് അവിടെ ഓർത്തു വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് അവിടെ ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യമാണ്, ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ചത് ഏത് ചിത്രത്തിനാണ്? ഏറ്റവും മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് ചിത്രമാണ് എന്ന് ചോദിച്ചാൽ ദി ഫേബിൾ മാൻസ് എന്ന് പറയുന്ന ചിത്രമാണ്. ദി ഫേബിൾ മാൻസ് എന്ന് പറയുന്ന ചിത്രമാണ് ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയത് എന്ന് ഓർക്കുക. ഈ ചിത്രം സംവിധാനം ചെയ്തത് ആര് എന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. സ്റ്റീവൻ സ്പിൽബർഗ് ആണ്. നമ്മുടെ ജുറാസിക് പാർക്ക് പോലുള്ള സിനിമകളൊക്കെ സംവിധാനം ചെയ്ത സ്റ്റീവൻ സ്പിൽബർഗ് ആണ് ദി ഫേബിൾ മാൻസ് എന്ന് പറയുന്ന ആ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഏറ്റവും മികച്ച സംവിധായകനുള്ള ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ചതും സ്റ്റീവൻ സ്പിൽബർഗിനാണ് ദി ഫേബിൾ മാൻസ് എന്ന് പറയുന്ന ചിത്രത്തിന്റെ സംവിധാനത്തിന്. ഇനി അത് കഴിഞ്ഞിട്ട് അവിടെ വേറൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ കൊള്ളാം. അതിലെ വിദേശ ഭാഷാ ചിത്രമുണ്ട്. ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ഇംഗ്ലീഷ് ചിത്രങ്ങൾക്ക് കൊടുക്കും, ഇംഗ്ലീഷ് ഇതര ഭാഷയിലെ ചിത്രങ്ങൾക്കും കൊടുക്കും. ഇംഗ്ലീഷ് ഇതര ഭാഷയിലെ ഏറ്റവും മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ചത് ഏത് ചിത്രത്തിനാണെന്ന് ചോദിച്ചാൽ അർജന്റീന 1985 എന്ന് പറയുന്ന ചിത്രത്തിനാണ്. അർജന്റീന 1985 എന്ന് പറയുന്ന ചിത്രത്തിനാണ് ഏറ്റവും മികച്ച നടനുള്ള ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഓസ്റ്റിൻ ബട്ട്ലർ എന്ന് പറയുന്ന ആൾക്കാണ് ഏറ്റവും മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത്. ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ചത് ഓസ്റ്റിൻ ബട്ട്ലർക്കാണ്. അത് ഏത് സിനിമയ്ക്ക്? ഏതാണ്? എൽവിസ് എന്ന് പറയുന്ന സിനിമയ്ക്കാണ്. ഏതാണ് സിനിമ? എൽവിസ് എന്ന് പറയുന്ന സിനിമയ്ക്കാണ്. അതേസമയം ഏറ്റവും മികച്ച നടിക്കുള്ള ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്ന് ചോദിച്ചാൽ കേറ്റ് ബ്ലാഞ്ചറ്റ് എന്ന് പറയുന്ന നടിക്കാണ്. കേറ്റ് ബ്ലാഞ്ചറ്റ് താർ എന്ന് പറയുന്ന സിനിമയിലെ അഭിനയത്തിനാണ് കേറ്റ് ബ്ലാഞ്ചറ്റിന് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ചത്. അപ്പൊ ഞാനിത് ഇത്തിരി വിശദമായിട്ട് പറഞ്ഞു. എന്തുകൊണ്ടാണ് വിശദമായിട്ട് പറഞ്ഞത്? ഇപ്പോഴത്തെ പരീക്ഷകളുടെ ചോദ്യ രീതി അങ്ങനെയാണ്. അപ്പോൾ ഫേബിൾ മാന് മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചു, സ്റ്റീവൻ സ്പിൽബർഗിന് മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചു, പിന്നെ അത് കഴിഞ്ഞിട്ട് ഓസ്റ്റിൻ ബട്ട്ലർക്ക് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചു, കേറ്റ്
ബ്ലാഞ്ചറ്റിന് ഇന്ന സിനിമയിലെ അഭിനയത്തിന്, അതായത് താർ സിനിമയിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചു. ഈ പറഞ്ഞ പ്രസ്താവനകളിൽ ശരിയേത് തെറ്റേത് എന്ന് പറഞ്ഞാണല്ലോ ചോദ്യം. അപ്പൊ അതുകൊണ്ട് അവിടെ ഒതുക്കരുത്, ഈ ഭാഗത്തുനിന്ന് ചോദ്യം വരും. അതിനനുസരിച്ച് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഫിലിം അവാർഡിനെ കുറിച്ച് കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. കഴിഞ്ഞ 10th ലെവൽ ഫിലിംസ് പരീക്ഷ നടന്നപ്പോൾ അതിലെ ആദ്യഘട്ടം പരീക്ഷയിൽ വന്നതെല്ലാം ഇതുപോലത്തെ ചോദ്യങ്ങളായിരുന്നു. അതുകൊണ്ട് ശ്രദ്ധിച്ച് പഠിക്കുക. ക്രിട്ടിക്സ് ചോയ്സ് അവാർഡ് സിനിമയുമായി ബന്ധപ്പെട്ട് നൽകുന്ന അവാർഡാണ്. ഈ 2 ബഹുമതികളും നൽകുന്നത് ഓസ്കാർ അവാർഡിന് തൊട്ട് മുമ്പാണ്. അപ്പൊ ഇവിടെ മത്സരിക്കുന്ന പല ചിത്രങ്ങളും ഓസ്കാർ നോമിനേഷനും കിട്ടിയ ചിത്രങ്ങളായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പൊ ക്രിട്ടിക്സ് ചോയ്സ് അവാർഡ് ഓസ്കാറിന് തൊട്ട് മുമ്പ് കൊടുക്കുന്ന ചലച്ചിത്ര അവാർഡാണ്. ലോസ് ആഞ്ചൽസ് ആസ്ഥാനമാക്കി ഏർപ്പെടുത്തിയിരിക്കുന്ന അവാർഡാണ് ക്രിട്ടിക്സ് ചോയ്സ് അവാർഡ്. ഈ ക്രിട്ടിക്സ് ചോയ്സ് അവാർഡുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ നമ്മുടെ രാജ്യത്ത് വന്നിരുന്നു. കാരണം ക്രിട്ടിക്സ് ചോയ്സ് അവാർഡ് 2 അവാർഡ്, ക്രിട്ടിക്സ് ചോയ്സ് അതുമായി ബന്ധപ്പെട്ട 2 അവാർഡ് RRR എന്ന് പറയുന്ന സിനിമയ്ക്ക് ലഭിച്ചു. ഗോൾഡൻ ഗ്ലോബ് അതുമായി ബന്ധപ്പെട്ട് 1 അവാർഡേ കിട്ടിയുള്ളൂ RRRന്. അതേസമയം ക്രിട്ടിക്സ് ചോയ്സ് അവാർഡ് 2 അവാർഡ് കിട്ടി. 2 അവാർഡ് കിട്ടിയത് ഏത് ഭാഗത്താണ്? ഒന്ന് മികച്ച ഗാനത്തിന്, ഒറിജിനൽ സോങ് വിഭാഗത്തിൽ നാട്ട് എന്ന് പറയുന്ന ഗാനത്തിന് ലഭിച്ചു. അത് 1 അവാർഡ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊന്ന് ഏറ്റവും മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള അവാർഡ്. ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം അത് അർജന്റീന 1985 എന്ന് പറയുന്ന ചിത്രത്തിനാണ് ലഭിച്ചത്. അതേസമയം ക്രിട്ടിക്സ് ചോയ്സ് അവാർഡ് ഏറ്റവും മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള അവാർഡും ഏതിന് ലഭിച്ചു? RRR എന്ന് പറയുന്ന സിനിമയ്ക്ക് ലഭിച്ചു എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള അവാർഡ്, ക്രിട്ടിക്സ് ചോയ്സ് അവാർഡ് ലഭിച്ചത് ഏത് ചിത്രത്തിനാണെന്ന് ചോദിച്ചാൽ അത് ഏതിനല്ല? ഫേബിൾമാൻസ് എന്ന് പറയുന്ന സിനിമയ്ക്കല്ല. ഫേബിൾമാൻസ് ഗോൾഡൻ ഗ്ലോബ് അവാർഡാണ് കിട്ടിയത്. ക്രിട്ടിക്സ് ചോയ്സ് അവാർഡ് ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള ക്രിട്ടിക്സ് ചോയ്സ് അവാർഡ് കിട്ടിയത് എവരിതിങ് എവരിവെയർ ആൾ അറ്റ് വൺസ് എന്ന് പറയുന്ന സിനിമയ്ക്കാണ്. എവരിതിങ് എവരിവെയർ ആൾ അറ്റ് വൺസ്. ഈ സിനിമയുടെ പ്രാധാന്യം ഞാൻ പിന്നീട് വേറൊരു ക്ലാസ്സിനകത്ത് പറയാം. എവരിതിങ് എവരിവെയർ ആൾ അറ്റ് വൺസ് എന്ന് പറയുന്ന സിനിമയ്ക്കാണ് ക്രിട്ടിക്സ് ചോയ്സ് അവാർഡ് കിട്ടിയിരിക്കുന്നത്. ഈ പറഞ്ഞ സിനിമ സംവിധാനം ചെയ്തവരെ ഒന്ന് പരിചയപ്പെട്ടു വയ്ക്കുക. ഒന്ന് ഡാനിയൽ കോൻ. ആരാണ്? ഡാനിയൽ കോൻ, ഡാനിയൽ ഷീനറ്റ്. ഡാനിയൽ കോൻ, ഡാനിയൽ ഷീനറ്റ് എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്ത സിനിമയാണ് എവരിതിങ് എവരിവെയർ ആൾ അറ്റ് വൺസ് എന്ന് പറയുന്ന സിനിമ. ഈ സിനിമയ്ക്ക് ക്രിട്ടിക്സ് ചോയ്സ് അവാർഡ് ലഭിച്ചു. അപ്പോൾ ഈ പറഞ്ഞ 2 സിനിമ അവാർഡുകൾ മനസ്സിലാക്കി വെക്കണം. ഇനി നമ്മൾ അടുത്ത വരുന്ന ക്ലാസ്സുകളിൽ ഓസ്കാർ അവാർഡിനെ കുറിച്ച് പഠിക്കും. അപ്പോൾ ഇതുമായിട്ട് നമുക്കതിനെ കമ്പയർ ചെയ്യാം. അപ്പോൾ ഈ പേരുകളെ കുറിച്ചൊന്നും നിങ്ങളിപ്പോൾ ആലോചിച്ച് പേടിക്കണ്ട, വെറുതെ കേട്ടുകൊണ്ടിരിക്കുക. 2-3 ക്ലാസ് കഴിയുമ്പോൾ ഈ പറഞ്ഞ വാക്കുകളും ഈ വ്യക്തികളുമായിട്ടൊക്കെ നമ്മൾ നല്ല പരിചയം ഉണ്ടാക്കിയെടുക്കും. അത് നിങ്ങൾ പേടിക്കണ്ട, ജസ്റ്റ് കേട്ടുകൊണ്ട് ഇരിക്കുക. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. എളുപ്പമുള്ള ഒരു ഭാഗത്തോട്ട് വരാം. പ്രവാസി ഭാരതീയ ദിവസ് അല്ലെ? പ്രവാസി ഭാരതീയ ദിവസ് ആയിട്ട് ആചരിക്കുന്ന ദിവസം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ജനുവരി 9. എന്താണ് അതിന്റെ പ്രാധാന്യം? മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങി വന്ന ദിവസമാണ് 1915 ജനുവരി 9. ആ ദിവസമാണ് നമ്മൾ പ്രവാസി ഭാരതീയ ദിവസമായിട്ട് ആചരിക്കുന്നത്. എന്നാലും പ്രവാസി ഭാരതീയ ദിവസവുമായി ബന്ധപ്പെട്ട് 2023 സമ്മേളനം, പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനം 2023 പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. എവിടെയാണ് ആ സമ്മേളനം നടന്നത്? 2023 പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനം കൺവെൻഷൻ നടന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഇൻഡോറിലാണ്. ഇൻഡോർ എന്ന് പറയുന്നത് ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശിലാണ്. അപ്പോൾ 2009 പ്രവാസി ഭാരതീയ ദിവസ് കൺവെൻഷൻ നടന്നത് അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് എവിടെ വെച്ചാണ് എന്ന് ചോദിച്ചാൽ മധ്യപ്രദേശിലെ ഇൻഡോറിലാണ്. എന്ന് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി അതിൻ്റെ കൂടെ ഓർത്ത് പഠിക്കണം. UN ഹാബിറ്റാറ്റ് അവാർഡ്. UN ഹാബിറ്റാറ്റ് അവാർഡ്. അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു ഘടകമാണ് UN ഹാബിറ്റാറ്റ്. അവർ നൽകുന്ന അവാർഡ് UN ഹാബിറ്റാറ്റ്
അവാർഡ്. ആ അവാർഡ് നേടിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഒഡീഷയാണ്. UN ഹാബിറ്റാറ്റ് അവാർഡ് 2023 ജനുവരിയിൽ നേടിയത് ഏത് സംസ്ഥാനമാണ്, ഏത് ഇന്ത്യൻ സംസ്ഥാനമാണെന്ന് ചോദിച്ചാൽ ഒഡീഷയാണ്. UN ഹാബിറ്റാറ്റ് അവാർഡ് ഒഡീഷയ്ക്ക് കിട്ടിയത് എന്തിനാണ്? ഒരു ദൗത്യവുമായി ബന്ധപ്പെട്ടാണ്. ആ ദൗത്യം, അതായത് ഒഡീഷ സർക്കാർ നടപ്പിലാക്കി വരുന്ന ഒരു ദൗത്യം, ആ ദൗത്യമാണ് ജാഗ മിഷൻ. ഏതാണ്? ജാഗ മിഷൻ. അപ്പോൾ UN ഹാബിറ്റാറ്റ് അവാർഡ് നേടിയ ജാഗ മിഷൻ എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കുന്നത് ഏത് സർക്കാരാണ്, എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഒഡീഷയിലാണ്. ഇനി എന്താണ് ജാഗ മിഷൻ എന്ന് ചോദിച്ചാൽ ചേരികളിൽ ജീവിക്കുന്നവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടതാണ് ജാഗ മിഷൻ. നമുക്കറിയാം ഒഡീഷ പോലുള്ള സംസ്ഥാനത്ത് ഒരുപാട് ചേരികളുണ്ട്. അപ്പോൾ ചേരികളിൽ താമസിക്കുന്നവരുടെ പുനരധിവാസം, അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ പിന്നെ അവരുടെ പോഷകാഹാരക്കുറവ്, അവരുടെ ദാരിദ്ര്യ ലഘൂകരണം, അതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ മുഖ്യമന്ത്രി, ഒഡീഷയിലെ മുഖ്യമന്ത്രി ആരാണ്? നവീൻ പട്നായിക്. നവീൻ പട്നായിക് നേതൃത്വം കൊടുക്കുന്ന പദ്ധതിയാണ് ജാഗ മിഷൻ. അപ്പൊ ആ പ്രവർത്തനങ്ങളെ മാനിച്ചുകൊണ്ടാണ് UN ഹാബിറ്റാറ്റ് അവാർഡ് ഒഡീഷ ഗവൺമെന്റിന് ലഭിച്ചത്. അപ്പൊ അത് പദ്ധതി ഏതാണ്? ജാഗ മിഷൻ. ഓർത്തു വയ്ക്കുക. ഒഡീഷയുടെ കാര്യം പറയുമ്പോൾ 2023 ലോക ഹോക്കി വേൾഡ് കപ്പ് നടന്നു, അല്ലെ? ഹോക്കി ലോക കപ്പ് 2023 ജനുവരിയിൽ നടന്നത് എവിടെയാണ്? ഒഡീഷയിലാണ്, ഇന്ത്യയിലാണ്. ആ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യക്ക് കിരീടമൊന്നും കിട്ടിയില്ല, അടുത്തൊന്നും വന്നില്ല. വലിയ പ്രതീക്ഷയായിരുന്നു. പക്ഷേ കിരീടം നേടിയ രാജ്യം ഏതാണ്? ജർമ്മനിയാണ്. ലോകകപ്പ് ഹോക്കി കിരീടം നേടിയ രാജ്യം 2023 ഒഡീഷയിൽ വെച്ച് നടന്ന ലോകകപ്പ് ഹോക്കി കിരീടം നേടിയ രാജ്യം ചോദിച്ചാൽ ജർമ്മനിയാണ്. ഏതാണ്? ജർമ്മനി ഫൈനലില് ബെൽജിയത്തിന് ഷൂട്ടൌട്ടിൽ തോൽപ്പിക്കുകയായിരുന്നു. അങ്ങനെ ജർമ്മനി കിരീടം നേടി. ഇനി അവിടെ ഓർത്തു വെക്കേണ്ട വേറൊരു പ്രധാനപ്പെട്ട കാര്യം, 2023 ലോക ഹോക്കി ലോകകപ്പിന്റെ ഭാഗ്യചിഹ്നം ഒരു ആമയായിരുന്നു. വളരെ വേഗത്തിൽ കളിക്കുന്ന ഒരു കളിയാണ് ഹോക്കി, നല്ല സ്പീഡ് ഉണ്ടായിരിക്കും. പക്ഷേ അതിന്റെ ഭാഗ്യചിഹ്നം ഒലി എന്ന് പറയുന്ന ആമയായിരുന്നു. അപ്പോൾ 2023 ഹോക്കി ലോകകപ്പിന്റെ ഭാഗ്യചിഹ്നം ആയിട്ടുള്ള ആമയ്ക്ക് കൊടുത്തിരുന്ന പേരെന്താണ്? ഒലി എന്ന് ഓർക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് അവിടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് ഉണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം ഇന്ത്യയിലാണെന്ന് പറഞ്ഞാൽ ഒഡീഷയിലാണ്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഒഡീഷയിലെ റൂർക്കേലയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം. ആ ഹോക്കി സ്റ്റേഡിയം എന്തുകൊണ്ടും പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമാണ്. കാരണം അതിന്റെ പേര് അങ്ങനെയാണ്, ബിർസ മുണ്ട സ്റ്റേഡിയം. അപ്പോൾ ബിർസ മുണ്ട ഹോക്കി സ്റ്റേഡിയം എന്താണ് അതിന്റെ പ്രാധാന്യം? ഒഡീഷയിലാണ്, ലോകത്തിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയമാണ്. ബിർസ മുണ്ട എന്ന് പറയുന്ന ആളെ അറിയാമോ? ആദിവാസികളുടെ നേതാവാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ ആദിവാസികളെ അണിനിരത്തിക്കൊണ്ടുള്ള വിപ്ലവം നയിച്ച ആളാണ് ബിർസ മുണ്ട. ധർത്തി അബ്ബ എന്നറിയപ്പെടുന്ന ആദിവാസി നേതാവാണ്. ധർത്തി അബ്ബ, ഭൂമിയുടെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്ന ആദിവാസി നേതാവാണ് ആര്? ബിർസ മുണ്ട. ഓർത്തു വയ്ക്കണം. വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ പാർലമെന്റില് ഈ സെൻട്രൽ ഹാളില് ഒരു ആദിവാസി നേതാവിന്റെ ചിത്രം മാത്രമേ ഉള്ളൂ. ആരുടെ ചിത്രമാണെന്ന് ചോദിച്ചാൽ ബിർസ മുണ്ട എന്ന് പറയുന്ന ആദിവാസി നേതാവിന്റെ ചിത്രമാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ മുണ്ട വിപ്ലവം, അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ അദ്ദേഹം നടത്തിയ വിപ്ലവത്തിനെ മുണ്ട വിപ്ലവം എന്ന് പറയും. അപ്പൊ ആ മുണ്ട വിപ്ലവവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമുണ്ട്, ഉൽ ഗുലാൻ വിപ്ലവം. അതായത് ആദിവാസികളുടെ സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന വിപ്ലവം എന്ന് ചോദിച്ചാൽ അത് ഈ പറഞ്ഞ മുണ്ട കലാപമാണ്. മുണ്ട കലാപം അല്ലെങ്കിൽ മുണ്ട വിപ്ലവമാണ്. ഉൽ ഗുലാൻ വിപ്ലവം അത് എന്നറിയപ്പെടുന്ന ഏതാണ്? അത് മുണ്ട കലാപമാണ്. അപ്പോ ബിർസ മുണ്ട ഹോക്കി സ്റ്റേഡിയം എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് റൂർക്കേലയിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയമാണ്. അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഫുട്ബോൾ സ്റ്റേഡിയം എവിടെയാണെന്ന് ചോദിച്ചാലോ
ലോകത്തിലെ ഏറ്റവും വലിയ ഫുട്ബോൾ സ്റ്റേഡിയം ഉത്തര കൊറിയയിലാണ്. ഏതാണ്ട് 1.5 ലക്ഷം പേർക്ക് കളി കാണാൻ പറ്റുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഫുട്ബോൾ സ്റ്റേഡിയം എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തര കൊറിയയിലാണ്. ഫസ്റ്റ് ഓഫ് മെയ് സ്റ്റേഡിയം എന്നാണ് അറിയപ്പെടുന്നത്. ഫസ്റ്റ് ഓഫ് മെയ് സ്റ്റേഡിയം, ഉത്തര കൊറിയയിലെ ഫസ്റ്റ് ഓഫ് മെയ് സ്റ്റേഡിയമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഫുട്ബോൾ സ്റ്റേഡിയം. അതേസമയം ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം എവിടെയാണെന്ന് ചോദിച്ചാലോ, ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഗുജറാത്തിലാണ്. ഗുജറാത്തിലെ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയമാണ്. നരേന്ദ്രമോദി സ്റ്റേഡിയമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം എവിടെയാണ്? ഗുജറാത്തിലാണ്. പേരെന്താണ്? നരേന്ദ്രമോദി സ്റ്റേഡിയം എന്നാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം ഓർക്കണം, ഈ അടുത്ത കാലത്തൊക്കെ പരീക്ഷയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം എവിടെയാണെന്നാണ്. അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ പഴയ ഫിറോസ് ഷാ കോട്ട്ല സ്റ്റേഡിയം. ഫിറോസ് ഷാ കോട്ട്ല സ്റ്റേഡിയം എവിടെയാണ്? ഡൽഹിയിലാണ്. ഫിറോസ് ഷാ കോട്ട്ല സ്റ്റേഡിയത്തിന്റെ പുതിയ പേരാണ് അന്തരിച്ച നമ്മുടെ പഴയ ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ പേര് കൊടുത്തിരിക്കുന്നു. അപ്പോൾ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? ഡൽഹിയിലാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അപ്പോൾ നമ്മൾ ഗുജറാത്തിലാണ് ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം എന്ന് പറഞ്ഞു, നരേന്ദ്രമോദി സ്റ്റേഡിയം എന്ന് പറഞ്ഞു. ഗുജറാത്തിന്റെ കാര്യം പറയുമ്പോൾ കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ഗ്രാമം ഏത് സംസ്ഥാനത്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ഗ്രാമം വിശദീകരിക്കേണ്ടല്ലോ, കാര്യം മനസ്സിലായി കാണും. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ഗ്രാമം ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചാൽ ഗുജറാത്തിലാണ്. ഗുജറാത്തിലെ മൊധേര എന്ന് പറയുന്ന ഗ്രാമമാണ്. മൊധേര എന്ന് പറയുന്ന ഗ്രാമമാണ് ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ഗ്രാമം. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ഗ്രാമം ഏതാണ്? മൊധേര. എവിടെയാണ്? ഗുജറാത്തിലാണ് എന്നുള്ളത് ഓർക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രധാനപ്പെട്ട കാര്യത്തിലോട്ട് വരാം. 2023 ജനുവരിയിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ താളിയോല രേഖാ മ്യൂസിയം എവിടെയാണ് എന്ന് ചോദിച്ചാലോ, 2023 ജനുവരിയിൽ കേരള മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ താളിയോല രേഖാ മ്യൂസിയം എവിടെയാണെന്ന് ചോദിച്ചാലോ അത് തിരുവനന്തപുരത്താണ്. എവിടെയാണ്? തിരുവനന്തപുരത്താണ്. വളരെ മുമ്പ് തന്നെ വാർത്തയിൽ വന്നിരുന്നതാണ്, പക്ഷെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് 2023 ജനുവരിയിലാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് 2023 ജനുവരിയിൽ വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു ഡോക്ടർ മരിച്ചു, ടെംടൺ ഉദ്വാഡിയ. ടെംടൺ ഉദ്വാഡിയ. അപ്പോൾ ഇന്ത്യക്കാരനായുള്ള ഡോക്ടറാണ് ടെംടൺ ഉദ്വാഡിയ. എന്ത് ചെയ്തു? മരിച്ചു. ഇദ്ദേഹം ഇങ്ങനെ ഈ പറഞ്ഞ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പത്രത്തിൽ വന്നു. ഇദ്ദേഹത്തിന്റെ പ്രാധാന്യം എന്താണ്? ഇന്ത്യൻ ലാപ്രോസ്കോപ്പിക് സർജറിയുടെ പിതാവാണ് ടെംടൺ ഉദ്വാഡിയ. ഇന്ത്യൻ ലാപ്രോസ്കോപ്പിക് സർജറി. ലാപ്രോസ്കോപ്പിക് സർജറി എന്ന് പറയുന്നത് നമ്മൾ വേറെ രീതിയിൽ കൂടി പറയും താക്വാൾ ദ്വാര ശസ്ത്രക്രിയ, കീ ഹോൾ സർജറി എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഇന്ത്യൻ ലാപ്രോസ്കോപ്പിക് സർജറിയുടെ പിതാവ് അല്ലെങ്കിൽ ഇന്ത്യൻ കീ ഹോൾ സർജറിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചാൽ ടെംടൺ ഉദ്വാഡിയ എന്ന് പറയുന്ന ആളാണ്. 2023 ജനുവരിയിൽ ഇദ്ദേഹം മരിച്ചിരുന്നു. ഇദ്ദേഹത്തിന് മുമ്പ് പത്മശ്രീ ബഹുമതിയൊക്കെ കിട്ടിയിട്ടുള്ള ആളാണ്. അപ്പോൾ ടെംടൺ ഉദ്വാഡിയ ഓർത്തു വയ്ക്കുക, ഇന്ത്യൻ ലാപ്രോസ്കോപ്പിക് സർജറിയുടെ പിതാവ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. ജയ്പൂർ സാഹിത്യോത്സവം അറിയപ്പെടുന്ന ഒരു സാഹിത്യോത്സവമാണ് ജയ്പൂർ സാഹിത്യോത്സവം. ജയ്പൂർ സാഹിത്യോത്സവത്തിലെ പുരസ്കാരം നേടിയ മലയാളി ആര് എന്ന് പറഞ്ഞ ഒരു പക്ഷേ ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ജയ്പൂർ സാഹിത്യോത്സവത്തില് പുരസ്കാരം നേടിയ മലയാളി ആരെന്ന് ചോദിച്ചാൽ സച്ചിദാനന്ദനാണ്. ആരാണ്? സച്ചിദാനന്ദൻ. അപ്പോൾ ജയ്പൂർ സാഹിത്യോത്സവത്തിൽ പുരസ്കാരം നേടിയ മലയാളി സച്ചിദാനന്ദനാണ്. അതുപോലെ തന്നെ ആ ഭാഗത്ത് ചോദിക്കാൻ കൊള്ളാവുന്ന വേറൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. നമ്മുടെ 2023 ജനുവരിയുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ വന്ന ഒന്നാണ് സി രാധാകൃഷ്ണൻ. സി രാധാകൃഷ്ണൻ എങ്ങനെയാണ് വാർത്തകളിൽ വന്നത്? കേന്ദ്ര സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം ലഭിച്ച മലയാളി. കേന്ദ്ര സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം ലഭിച്ചത് ഏത് സാഹിത്യകാരനാണ് എന്ന് ചോദിക്കാം. അങ്ങനെ ചോദിച്ചാൽ സി രാധാകൃഷ്ണനാണ്. സി രാധാകൃഷ്ണന് മുമ്പ് കേന്ദ്ര സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം ലഭിച്ചത്
MT വാസുദേവൻ നായർക്കാണ്. എന്ന് പറയുമ്പോൾ ആ പറഞ്ഞ അതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാവും. കേന്ദ്ര സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം ലഭിച്ച മലയാളി ആരെന്ന് ചോദിച്ചാൽ സി രാധാകൃഷ്ണനാണ്. പുതിയ കാര്യമാണ്, അപ്പൊ അത് ഓർത്തു വെക്കണം. സി രാധാകൃഷ്ണൻ സാഹിത്യ മേഖലയിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ പരിണിത പ്രജ്ഞരായിട്ടുള്ളവർക്കാണ് സാഹിത്യ അക്കാദമി എന്ത് ചെയ്യുന്നത്, വിശിഷ്ടാംഗത്വം നൽകി ആദരിക്കുന്നത്. അപ്പൊ അത് സി രാധാകൃഷ്ണൻ ലഭിച്ചു. അറിയപ്പെടുന്ന നോവലിസ്റ്റ് ആണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പറയാം. ഇനി അത് കഴിഞ്ഞിട്ട് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ കാര്യം പറഞ്ഞപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച ഒരു പഠന ഗ്രന്ഥമുണ്ട്, ആശാന്റെ സീതായനം. ആശാന്റെ സീതായനം. അപ്പൊ ഈ അടുത്ത കാലത്ത് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച പഠന ഗ്രന്ഥമായിട്ടുള്ള ആശാന്റെ സീതായനം, ഈ കൃതി രചിച്ചതാര് എന്ന് ചോദിച്ചാലോ M. തോമസ് മാത്യു ആണ്. അപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം ആർക്ക് ലഭിച്ചു? സി രാധാകൃഷ്ണൻ ലഭിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ ആശാന്റെ സീതായനം എന്ന പഠന ഗ്രന്ഥം രചിച്ചതാരെന്ന് ചോദിച്ചാൽ അത് M. തോമസ് മാത്യു ആണ് എന്ന് ഓർക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു ആത്മകഥ, വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ആത്മകഥയാണ് ഒരു അന്വേഷണത്തിന്റെ കഥ. ഒരു അന്വേഷണത്തിന്റെ കഥ, പഴയ ഒരു നക്സൽ നേതാവിന്റെ ആത്മകഥയാണ്. ഒരു അന്വേഷണത്തിന്റെ കഥ എന്ന ആത്മകഥ രചിച്ചതാര് എന്ന് ചോദിച്ചാൽ കെ വേണു എന്ന് പറയുന്ന പഴയ ഒരു നക്സൽ നേതാവാണ്. കെ വേണു. ഈ പറഞ്ഞ അന്വേഷണത്തിന്റെ ആത്മകഥ എന്ന് പറയുന്ന പുസ്തകം DC ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു അന്വേഷണത്തിന്റെ കഥ എന്ന ആത്മകഥ ആരുടേത് എന്നൊരു ചോദ്യം വരുന്ന പരീക്ഷകൾക്ക് പ്രതീക്ഷിക്കാം. കെ വേണുവാണ്. ഈ പറഞ്ഞ പുസ്തകത്തിന് ഫെഡറൽ ബാങ്കിന്റെ പ്രഥമ സാഹിത്യ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഫെഡറൽ ബാങ്ക് ഏർപ്പെടുത്തിയ പ്രഥമ സാഹിത്യ പുരസ്കാരം ഈ പറഞ്ഞ കൃതിക്കാണ് ലഭിച്ചത്, ഒരു അന്വേഷണത്തിന്റെ കഥ. അപ്പൊ അത് രചിച്ചതാരാണ്? കെ വേണുവാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പുരസ്കാരം, അത് ദേശാഭിമാനി കേസരി പുരസ്കാരം. ദേശാഭിമാനി കേസരി പുരസ്കാരം നമുക്ക് കേൾക്കുമ്പോഴേ അറിയാം, മാധ്യമ രംഗത്ത് കൊടുക്കുന്ന പുരസ്കാരമാണ് അല്ലെ. 2020 പുരസ്കാരമാണ്. 2020 പുരസ്കാരം കൊടുത്തത് 2023 അപ്പൊ 2020 ദേശാഭിമാനി കേസരി പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്ന് ചോദിച്ചാൽ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ് SR ശക്തിധരൻ. SR ശക്തിധരൻ ദേശാഭിമാനി പത്രത്തിന്റെ അസോസിയേറ്റ് എഡിറ്ററായിട്ട് വിരമിച്ച ആളാണ് SR ശക്തിധരൻ. അപ്പോൾ അദ്ദേഹത്തിനാണ് 2020 ഏത് പുരസ്കാരം ലഭിച്ചത്? ദേശാഭിമാനി കേസരി പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ മാധ്യമരംഗത്ത് കൊടുക്കുന്ന പുരസ്കാരമാണ്, കേരള സർക്കാർ കൊടുക്കുന്ന പുരസ്കാരമാണ്. അപ്പൊ അത് ഒന്ന് ഓർത്തു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ വരുന്ന പരീക്ഷകൾക്ക് ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ഒരു ചോദ്യം തന്നെയാണ്. അത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 2022 ഓടക്കുഴൽ അവാർഡ്, 2022 ഓടക്കുഴൽ അവാർഡ് ജനുവരിയിലാണ് കൊടുത്തത്. 2023 ജനുവരിയിലാണ് കൊടുത്തത്. 2022 ഓടക്കുഴൽ അവാർഡ് നേടിയ കൃതി ഏതെന്ന് ചോദിച്ചാൽ പ്രാണവായു എന്ന് പറയുന്ന കൃതിക്കാണ്. പ്രാണവായു എന്ന് പറയുന്ന കൃതിക്കാണ് 2022 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. നമുക്കറിയാം, ഓടക്കുഴൽ അവാർഡ് കൊടുക്കുന്നത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ്. 1969 ആദ്യമായിട്ട് ഓടക്കുഴൽ അവാർഡ് നേടിയത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ് എന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എന്തായാലും 2022 ഓടക്കുഴൽ അവാർഡ് ലഭിച്ച കൃതി പ്രാണവായു. ഈ പ്രാണവായു എന്ന് പറയുന്ന ഈ കൃതി രചിച്ചത് ആരെന്നറിയാമോ? അംബികാസുധൻ മങ്ങാട്. അംബികാസുധൻ മങ്ങാടാണ് ഏത് കൃതി രചിച്ചിരിക്കുന്നത്? പ്രാണവായു എന്ന് പറയുന്ന കൃതി രചിച്ചിരിക്കുന്നത് അല്ലെ. നമ്മുടെ പരീക്ഷകളുടെ ചോദ്യ പേപ്പറിൽ എത്രയോ തവണ ചോയ്സിൽ പ്രത്യക്ഷപ്പെട്ട പേരാണ് അംബികാസുധൻ മങ്ങാട് അല്ലെ. അത് വേറൊരു പുസ്തകവുമായി ബന്ധപ്പെട്ടാണ്, എൻ മക ജെ അല്ലെ, എൻഡോസൾഫാൻ ദുരിതവുമായി ബന്ധപ്പെട്ട ഒരു കൃതിയാണ് എൻ മക ജെ എന്ന് പറയുന്ന കൃതി അല്ലെ. അപ്പൊ അംബികാസുധൻ മങ്ങാടിന്റെ രചനയാണ് പ്രാണവായു. അംബികാസുധൻ മങ്ങാടുമായി ബന്ധപ്പെട്ട് വേറൊരു പുസ്തകം മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു, രണ്ട് മത്സ്യങ്ങൾ.
രണ്ട് മത്സ്യങ്ങൾ എന്ന പുസ്തകം രചിച്ചത് ആരെന്ന് ചോദിച്ചാൽ അംബികാസുധൻ മങ്ങാടാണ്. എൻ മകജെ അംബികാസുധൻ മങ്ങാട്. ഇപ്പൊ പ്രാണവായു അംബികാസുധൻ മങ്ങാട്. അതുപോലെ തന്നെ രണ്ട് മുദ്രകൾ ജീവിതത്തിന്റെ മുദ്രകൾ, ഈ പറഞ്ഞ പുസ്തകങ്ങളും രചിച്ചത് അംബികാസുധൻ മങ്ങാടാണ്. അതുപോലെ കൊമേഴ്സ്യൽ ബ്രേക്ക് നമ്മൾ വാർത്തകൾക്കിടയിലൊക്കെ പറയുന്ന ഒരു വാക്കുണ്ട്, ഒരു കൊമേഴ്സ്യൽ ബ്രേക്ക് അല്ലെ. കൊമേഴ്സ്യൽ ബ്രേക്ക് എന്ന് പറയുന്ന പുസ്തകം രചിച്ചതും അംബികാസുധൻ മങ്ങാടാണ്. അതുപോലെ വാലില്ലാത്ത കിണ്ടി എന്ന പുസ്തകം രചിച്ചിരിക്കുന്നതും അംബികാസുധൻ മങ്ങാടാണ്. പക്ഷേ അംബികാസുധനും എന്തുണ്ട്? വാലുണ്ട്. അംബികാസുധൻ മങ്ങാട്. അംബികാസുധന്റെ മിക്കവാറുമുള്ള എല്ലാ രചനകൾക്കും എന്തുണ്ട്? വാലുണ്ട്. രണ്ട് മത്സ്യങ്ങൾ, രണ്ട് മുദ്രകൾ, ജീവിത മുദ്രകൾ. കണ്ടോ? പ്രാണവായു, എൻ മകജെ, വാലില്ലാത്ത കിണ്ടി. ഇതൊക്കെ ആരുടെ പുസ്തകമാണ്? കൊമേഴ്സ്യൽ ബ്രേക്ക്. ഇതൊക്കെ ആരുടെ രചനയാണ് എന്ന് ചോദിച്ചാൽ ആരുടെ രചനയാണ്? അംബികാസുധൻ മങ്ങാടിന്റെ രചനയാണ്. എന്താണ് പ്രാധാന്യം? 2022 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അംബികാസുധൻ മങ്ങാടിനാണ്. അത് പുരസ്കാരം നൽകിയത് 2023 ജനുവരിയിലാണ് എന്നുള്ളത് ഓർക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. ഹരിവരാസനം പുരസ്കാരം 2023 ജനുവരിയിൽ ഹരിവരാസന പുരസ്കാരം കൊടുത്തു. 2023 ഹരിവരാസന പുരസ്കാരം കേരള സർക്കാർ കൊടുക്കുന്ന പുരസ്കാരമാണ് ഹരിവരാസന പുരസ്കാരം. അപ്പോൾ 2023 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഇതിനോടകം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും. ശ്രീകുമാരൻ തമ്പിക്കാണ്. 2023 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ശ്രീകുമാരൻ തമ്പിക്കാണ് അല്ലെ. ശ്രീകുമാരൻ തമ്പിക്കാണ്. ഇത് പറയുമ്പോൾ ഹരിവരാസന പുരസ്കാരം 2012 ആദ്യം കൊടുത്തത്. 2012 ഹരിവരാസന പുരസ്കാരം ആദ്യം നേടിയത് KJ യേശുദാസ് ആണ്. 2012 ഹരിവരാസന പുരസ്കാരം ആദ്യം നേടിയത് KJ യേശുദാസ് ആണ്. 2023 പുരസ്കാരമാണ് ശ്രീകുമാരൻ തമ്പിക്ക് കിട്ടിയത്. അതിന് തൊട്ടു മുമ്പ് 2022 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ആലപ്പി രംഗനാഥിനാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. ആലപ്പി രംഗനാഥിനാണ് 2022 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത്. ഹരിവരാസന പുരസ്കാരം ലഭിച്ച ചലച്ചിത്ര പിന്നണി ഗായിക ആരെന്ന് ചോദിച്ചാൽ അത് KS ചിത്രയാണ്. ചലച്ചിത്ര പിന്നണി ഗായികമാർക്ക് ആർക്കെങ്കിലും ഈ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് KS ചിത്രയ്ക്ക് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. എന്നാലും പറഞ്ഞു വരുന്നത് ഹരിവരാസന പുരസ്കാരം 2023 ലഭിച്ചത് പാട്ടെഴുത്തുകാരനായിട്ടുള്ള ആർക്കാണ്? ശ്രീകുമാരൻ തമ്പിക്കാണ്. കവി ശ്രീകുമാരൻ തമ്പിക്കാണ്. അപ്പൊ ഹരിവരാസനം എന്ന് പറയുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട വളരെ ഒരു വിഷയം പണ്ട് നടന്നിരുന്നു. ഈ പറഞ്ഞ ക്ഷേത്രത്തിൽ പ്രവേശിക്കണം, വനിതകളുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ടൊക്കെ അല്ലെ, ആർത്തവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ കേട്ടതാണ്. എന്തായാലും ആർത്തവ അവധി ആദ്യമായിട്ട് കേരളത്തിൽ പ്രഖ്യാപിച്ച, ആർത്തവ അവധി അനുവദിച്ച സർവകലാശാല ഏത് എന്ന് ചോദിച്ചാലോ, കേരളത്തിൽ ആദ്യമായിട്ട് ആർത്തവ അവധി അനുവദിച്ച സർവകലാശാല ഏതെന്ന് ചോദിച്ചാൽ കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയാണ്. കുസാറ്റാണ്. കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാല അഥവാ കുസാറ്റാണ് കേരളത്തിൽ ആദ്യമായിട്ട് ആർത്തവ അവധി അനുവദിച്ച സർവകലാശാല. ഇതൊക്കെ വരുന്ന പരീക്ഷകൾക്ക് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള കാര്യങ്ങളാണ്. 2023 ജനുവരിയിലെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ. ഉടനെ തന്നെ 2023 ജനുവരിയിലെ ബാക്കി കാര്യങ്ങൾ ഉൾപ്പെടുന്ന ക്ലാസ് ഉടനെ അപ്ലോഡ് ചെയ്യാം. എന്തായാലും ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.